സാർ, പിന്നെ ഉന്തിയ പല്ലുകൾ ശരിയാക്കാൻ പല്ലെടുക്കേണ്ടതുണ്ടോ? അതെങ്ങനെയൊക്കെ ചെയ്യാം? അതിന്റെ ചെലവുകളൊക്കെ എങ്ങനെയാ വരുന്നത്? അത് സിമ്പിൾ അല്ലേ? വാ നമുക്ക് നോക്കാം. ആദ്യത്തേത് മെറ്റൽ ബ്രാക്കറ്റ്സ്. മെറ്റൽ ബ്രാക്കറ്റ്സിൽ മെറ്റൽ കളറുള്ള ബ്രേസസ് നമ്മൾ പല്ലിൽ ഒട്ടിച്ച് മെറ്റലുള്ള വയർ ഒരു ഇലാസ്റ്റിക് വെച്ച് അതിൽ ഘടിപ്പിക്കുന്നു. രണ്ടാമത്തേത് സെറാമിക് ബ്രാക്കറ്റ്സ്. സെറാമിക് ബ്രാക്കറ്റ്സിൽ പല്ലിന്റെ നിറത്തിലുള്ള ബ്രേസസ് ആണ് നമ്മൾ പല്ലിൽ ഒട്ടിക്കുക. അത് കുറച്ചും കൂടി എസ്തെറ്റിക് ആയിരിക്കും. ക്ലിയർ അലൈനർ, കമ്പി ഇടാതെ പല്ല് കെട്ടുന്ന രീതി. സെറ്റ് ഓഫ് ട്രേസ് ആയിരിക്കും. അത് 2 ആഴ്ച കൂടുമ്പോൾ മാറ്റിവെക്കണം. ഏത് പ്രായത്തിലാണ് പല്ലിൽ കമ്പി ഇടേണ്ടത്? ഒരു കൺഫ്യൂഷനുള്ള ഒരു ഇതാണ്. എല്ലാവരും 12 വയസ്സിൽ എല്ലാ പല്ലും വന്നതിന് ശേഷമാണ് പല്ല് ഡോക്ടറെ പല്ല് കെട്ടിക്കാനായി കാണിക്കാറ്. തീർച്ചയായും അത് തെറ്റാണ്. കുട്ടികളെ 8 മുതൽ 9 വയസ്സ് പ്രായത്തിൽ തന്നെ ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ട് അവരുടെ എല്ലിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ അതുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. യൂഷ്വലി പല്ലിന്റെ മാത്രം പ്രശ്നങ്ങൾ നമുക്ക് 12 വയസ്സിൽ എല്ലാ പല്ലും വന്നതിനും മെച്യൂരിറ്റിക്കും ശേഷമാണ് പല്ലിൽ കമ്പി കെട്ടേണ്ടത്. എത്ര വയസ്സ് വരെ നമുക്ക് പല്ലിൽ കമ്പി ഇടാം? 40 വയസ്സ് വരെ ഇടാം, പ്രൊവൈഡഡ് അവരുടെ മോണ സ്ട്രെങ്തൻ ആയിരിക്കും. പല്ലെടുക്കാതെ കമ്പി ഇടാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പല്ലിൽ സ്പേസ് ഉള്ളതും അധികം പൊന്തിയിട്ടില്ലാത്ത പല്ലുകളും നമുക്ക് പല്ല് പറിക്കാതെ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ഒരുപാട് പുറകോട്ട് നീക്കേണ്ട അവസ്ഥയിലും പല്ലുകൾ ഒരുപാട് നിരതെറ്റിയ അവസ്ഥയിലും നമുക്ക് പല്ല് പറിച്ച് ആ സ്പേസിലോട്ട് പല്ല് അടുപ്പിക്കാവുന്നതാണ്. പല്ല് കെട്ടുമ്പോഴുള്ള ബ്രഷിംഗ് രീതി. ഓർത്തോ ബ്രഷ് ഉപയോഗിച്ച് 2 നേരമല്ല ഓരോ ഭക്ഷണശേഷവും പല്ല് ബ്രഷ് ചെയ്യണം. ഇന്റർഡെന്റൽ ബ്രഷ് ഉപയോഗിച്ച് കമ്പികളുടെ ഇടയിലുള്ള ഭക്ഷണം നീക്കം ചെയ്യുക. ഡെന്റൽ ഫ്ലോസ്, മൗത്ത് വാഷ് എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. സാർ, ട്രീറ്റ്മെന്റിന് ശേഷം പല്ല് തിരിച്ച് പഴയതുപോലെ പൊന്തി വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും പല്ലിന് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി റീറ്റെയിനർ നമ്മൾ 6 മാസം മുതൽ 1 വർഷം വരെ സ്ഥിരമായി യൂസ് ചെയ്യണം. നിങ്ങളുടെ ചിരിയാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. സോ സ്മൈൽ വിത്ത് കോൺഫിഡൻസ്.